സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മോഹൻലാൽ ഒരു അമൂൽ ബേബിയെ പോലെയാണ്. കേൾക്കുന്ന ഏതൊരു മലയാള സിനിമാ പ്രേക്ഷകനും ഒന്ന് ചൊടിക്കും. കാരണം പലരെയും കളിയാക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണല്ലോ അത്. എന്നാൽ മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം ലാലിന് കരിയറിൽ ലഭിച്ച ഏറ്റവും വലിയ അഭിനന്ദനങ്ങളിൽ ഒന്നാണ് ഈ അമൂൽ ബേബി വിശേഷണം. മറ്റാരുമല്ല, മോഹൻലാലിൻ്റെ എക്കാലത്തെയും വലിയ സൂപ്പർ ഹിറ്റുകളിൽ ഒന്നായ സ്ഫടികം സിനിമയുടെ സംവിധായകൻ ഭദ്രനാണ് മോഹൻലാലിനെ അമൂൽ ബേബി എന്ന് വിശേഷിപ്പിക്കുന്നത്. മോഹൻലാൽ അഭിനയിക്കാൻ സെറ്റിൽ വന്നാൽ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ഒരു അമൂൽ ബേബിയാണെന്നാണ് ഭദ്രൻ പറയുന്നത്. ഭദ്രൻ ഇങ്ങനെ പറയാൻ കാരണം കൊച്ചുകുട്ടികളെ പോലെയാണത്രേ മോഹൻലാൽ. കൊച്ചുകുട്ടികൾക്ക് വീട്ടിൽ വരുന്ന ഒരു അനിഷ്ടവും അറിയില്ല. മോഹൻലാൽ അതുപോലെയാണ്. സിനിമയിലെയോ ലൊക്കേഷനിലെയോ മറ്റു പ്രശ്നങ്ങളൊന്നും മോഹൻലാലിനെ അലട്ടാറില്ല. നമുക്കെന്ത് വേണോ അത് തരും. അതുമാത്രമല്ല, ഒരു സീൻ അഭിനയിച്ച് കഴിഞ്ഞ് നമ്മളുടെ മുഖത്ത് സാറ്റിസ്ഫാക്ഷൻ ഇല്ലെങ്കിൽ മോഹൻലാൽ അത് അപ്പോൾ തന്നെ മനസ്സിലാക്കും. എന്നിട്ട് അടുത്ത് വന്ന് ചോദിക്കും, അണ്ണാ മുമ്പേ പറഞ്ഞത് എങ്ങനെയായിരുന്നു? എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആ എക്സ്പ്രഷൻ ഒന്നും കൂടി കാണിച്ചു തന്നേ എന്ന് ചോദിക്കും. എന്തുമാത്രം സിനിമകളിൽ അഭിനയിച്ച് തഴക്കവും പഴക്കവും സൃഷ്ടിച്ച ആളാണ്. എത്ര സംവിധായകരുടെ കൂടെ അദ്ദേഹം പണിയെടുത്തിട്ടുണ്ട്. എന്നാലും ഒരു സിനിമയിലേക്ക് ലാൽ വരുമ്പോൾ അയാൾക്കതൊരു പുത്തൻ സ്ഥലമാണ്. മോഹൻലാൽ അങ്ങനെയാക്കി മാറ്റും. മോഹൻലാലിനുള്ള ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റാണത്, ഭദ്രൻ പറഞ്ഞു. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക് യു.